പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വടക്കാഞ്ചേരിയുടെ സ്വന്തം വി ഫ്രാൻസിസ്. വാർദ്ധക്യത്തിൻ്റെ അവശതകൾക്ക് വഴിമാറിക്കൊടുക്കാതെ 66-ാം വയസ്സിലും കരുത്തുറ്റ ശരീരവുമായി മിസ്റ്റർ ഇന്ത്യ വേദിയിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് ഈ വടക്കാഞ്ചേരിക്കാരൻ. തൃശ്ശൂരിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ 2026 മത്സരത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫ്രാൻസിസ് തൻ്റെ ജീവിതം തന്നെ തിരിച്ചുപിടിച്ചത് ഈ കഠിന പ്രയത്നത്തിലൂടെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വടക്കാഞ്ചേരിയുടെ സമസ്ത മേഖലയിലും സജീവ സാന്നിധ്യമായ ഈ വ്യാപാരി പുതുതലമുറയെപ്പോലും അമ്പരപ്പിക്കുന്ന ശാരീരിക ക്ഷമതയുമായാണ് മത്സരവേദിയിൽ തിളങ്ങിയത്. വടക്കാഞ്ചേരി ഓട്ടുപാറ വാഴാൻ റൂട്ടിലെ ജിമ്മിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു വ്യക്തിയെ കാണാനാണ് വന്നിരിക്കുന്നത്. വാ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ കണ്ട ദൃശ്യത്തിലുള്ള ആളെ വടക്കാഞ്ചേരിക്കാർക്ക് സുപരിചിതമാണ്. അദ്ദേഹമാണ് വി ഫ്രാൻസിസ്, മാണിസൺസിൻ്റെ ഉടമയാണ്. അദ്ദേഹമാണ് നമ്മുടെ പിന്നിലുള്ളത്. അദ്ദേഹം കുറച്ച് കാലമായി, ആദ്യം തുടക്കത്തിൽ ജിമ്മിന് പോയിരുന്നു, വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ 4ാം സ്ഥാനത്താണ്. 66 വയസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷേ പ്രായം വെറും അക്ക മാത്രമാണെന്ന് കാണിച്ചാണിതാ അദ്ദേഹം ഇപ്പോഴും ഇതിൽ സജീവമാണ്. ഭയങ്കര ജിമ്മനാണ്. ഫ്രണ്ട്സേട്ടാ, എന്തപ്പോൾ വിശേഷങ്ങൾ? മൊത്തം വടക്കാഞ്ചേരിക്ക് പുറത്തും ഇപ്പോൾ ഫ്രാൻസിസ് ചേട്ടനാണ് ചർച്ച. എങ്ങനെയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ കട്ടായിട്ടിരിക്കാൻ പറ്റുന്നത്? നമുക്ക് ഈ പ്രായത്തിൽ കട്ടായിരിക്കണം തോന്നണം. നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം വേണ്ടത്. സ്വയം സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയില്ല, എന്തെങ്കിലും വിജയങ്ങളിലേക്ക് എത്താനും കഴിയില്ല. അപ്പോൾ എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശരീരം സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് കുറച്ച് പ്രായമായാലും പരസഹായം ഇല്ലാണ്ട് നടക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ വളരെയധികം വൈകിപ്പോയി. ഇനി തുടങ്ങാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത് എൻ്റെ ഡയബറ്റിക് 352 HbA1c 9.5 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കണം, വ്യായാമം ചെയ്യണം. അപ്പോൾ ഞാൻ വ്യായാമം ചെയ്യാനുള്ള മടി കാരണം ഗുളിക കഴിച്ച് നടന്നു. 252 താഴെ പോരുന്നില്ല. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇനി ഈ കളി കൊണ്ട് നടന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കിഡ്നി കംപ്ലൈൻറ്റ് ഡാമേജ് ആവും, ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിൽക്കുന്നതിനാട്ടിൽ മുമ്പ് വ്യായാമം ചെയ്തുകൂടെ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആരംഭിച്ചത്. വ്യായാമം ആരംഭിച്ചതിന് ശേഷം എനിക്ക് അത് 6.5 ആക്കാൻ കഴിഞ്ഞു. പിന്നെ ഭക്ഷണത്തിന് മുൻപ് 90, ഭക്ഷണത്തിന് ശേഷം 121, എല്ലാം നോർമൽ റേഞ്ചിലേക്ക് വരാൻ കഴിഞ്ഞു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അസുഖത്തിന് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നേരെ സൗന്ദര്യ മത്സരത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അസുഖത്തിന് വേണ്ടി ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് ഞാൻ പിന്നെയും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇവിടെ ജിമ്മിലുള്ള മിററിൻ്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി പ്രകടമായ മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഹാർട്ട് പ്രോബ്ലം ഒന്ന് ജിമ്മിലെടുത്താൽ എത്ര ശക്തിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെക്കപ്പിന് പോയി. ചെന്നപ്പോൾ കഷ്ടകാലത്തിന് ട്രെഡ്മിൽ ടെസ്റ്റിൽ എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ 2 തരത്തിൽ ഞാൻ ചെയ്തു നോക്കി. 2 തരത്തിൽ ചെയ്തപ്പോഴും 3 ബ്ലോക്ക് ഉണ്ട്. 50%, 60%, 70%. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കാൽസ്യം ഫ്ലേക്സിൻ്റെ ആധിക്യമാണ്. അത് 959 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. സാധാരണ മനുഷ്യന്മാർക്ക് അത് 0 ആവേണ്ടതാണ്. ഇത് 200 കഴിഞ്ഞാൽ തന്നെ വളരെ അധികം എന്നാണ് പറയണത് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഇതിന് മരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്ന് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് വ്യായാമം മാത്രമാണ്. ഏറ്റവും ചുരുങ്ങിയത് 45 മിനിറ്റ് വ്യായാമം ചെയ്യുക, ഗുളിക ബ്ലഡ് തിന്നാവാനുള്ള ഗുളിക കഴിക്കുക,
കൊളസ്ട്രോൾ വരാണ്ടിരിക്കാനുള്ള ഗുളിക കഴിക്കുക. ഇതൊക്കെ കഴിച്ച് നടന്നൊക്കെയാണെങ്കിൽ കുറച്ച് കാലം ജീവിക്കാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് കാര്യമില്ല, എന്നെയും കൊണ്ട് പോകുന്നുള്ള തീരുമാനമായി. അപ്പോൾ പിന്നെ 45 മിനിറ്റ് ഏതായാലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ അത് ജിമ്മിൽ വന്നിട്ട് നന്നായി ചെയ്യാലെന്ന് തോന്നി ചെയ്തപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഞാൻ ഇവിടെ എഡ്വിൻ ഫിറ്റ്നസ് വ്യൂവിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്വിൻ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിൽ ബോഡി ചെറിയൊരു മാറ്റം കണ്ടപ്പോൾ അടുത്ത് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നിറങ്ങി നോക്കുക, എന്താണെന്നറിയാലോ. ചെറുപ്പത്തിലാണെങ്കിൽ 1977 പാലക്കാട് ഡിസ്ട്രിക്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 79 തൃശ്ശൂർ ഡിസ്ട്രിക്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഴയ പാരമ്പര്യമുണ്ട്. എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ജിമ്മിൽ വന്നപ്പോൾ ഈ മസൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നുള്ളത് പലയിടത്തും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ മസൽ മെമ്മറി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ എടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ മസിലുകൾക്ക് ഓർമ്മ വന്നു, പഴയ കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ മെമ്മറി ഉണർന്നു. അപ്പോൾ എനിക്ക് വീണ്ടും സജീവമാവാൻ പറ്റി. മത്സരത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, അവിടെ ഇതിനോട് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിൽ സ്ഥിരമായി മത്സരങ്ങൾക്ക് ഇറങ്ങണ മത്സരാർത്ഥികളുണ്ടായിരുന്നു. അവർ 17 വർഷമായിട്ട് ഒറ്റ ദിവസം മുടങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ. പിന്നെ ഒരാൾ 40 കൊല്ലമായിട്ട് ഒറ്റ ദിവസം മുടങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ. അങ്ങനെയൊക്കെ ശരീരത്തിനെ കുറിച്ച് വളരെയധികം ഗ്രാഹ്യമുള്ള ആളാണ്. പഠനകാലത്ത് മുതൽ ഇന്ന് ഈ 62ഉം 73 വയസ്സായിട്ടും മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരാൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ 5-6 മാസം കൊണ്ട് ചെന്നിട്ട് 1ാം സ്ഥാനം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ എന്താണെന്നുള്ളത് എനിക്കൊന്ന് കാണാനും എന്നെ മറ്റുള്ളവർ അസസ് ചെയ്യണത് അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിതിന് ഇറങ്ങിയത്. മത്സരത്തിന് ഏകദേശം 200-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു വിവിധ ക്ലാസ്സുകളിലായിട്ട്. പ്രായമായ ആൾക്കാരുടെ ക്ലാസ്സിൽ 60 വയസ്സിൻ്റെ മീതിയുള്ളവർ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ. അത് അവർ പറയുന്ന പോസുകൾ നമ്മൾ കാണിക്കുക. പിന്നെ നമുക്ക് ഫ്രീ സ്റ്റൈൽ പോസിംഗ് ഉണ്ട് വിത്ത് മ്യൂസിക്. അതിലൊക്കെ കാണിച്ച് നമ്മുടെ ഓരോ മസലിൻ്റെയും അളവ് നോക്കിയിട്ടാണ് സമ്മാനം നിർണ്ണയിക്കുക. അപ്പോൾ എനിക്ക് കൈ കുറേ വലിപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഷോൾഡർ കുറേ ഉണ്ട് വെച്ചിട്ട് ഫസ്റ്റ് ആവില്ല. ലെഗ് മസിൽസ് കുറേ ഉണ്ടെന്നാവില്ല. ഓവറോൾ ഷേപ്പും ഓരോ മസിലിൻ്റെയും തീവ്രതയും നോക്കിയിട്ടാണ് മാർക്കിടുക. അല്ല ഒറ്റയടിക്ക് പോയിട്ട് നമ്മളുടെ ആചാരഭാഗമായതുകൊണ്ട് ഫസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. പ്രൊപ്പോർഷനേറ്റ് ബോഡി സ്ട്രക്ചറാണ് അവർ നോക്കുന്നത്. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് 4ാമത്തെ സ്ഥാനമാണ് കിട്ടിയത്. ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ആയുസ്സുണ്ടെങ്കിൽ അടുത്തതിന് 1ാം സ്ഥാനം കിട്ടണമെന്ന ലക്ഷ്യത്തിലാണ് നീങ്ങുന്നത്. ഇപ്പോൾ മാണി സൺസിൻ്റെ ഉടമയാണ്, വ്യാപാര രംഗത്ത് സജീവമാണ്, അതേപോലെ തന്നെ കാരുണ്യം, സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ഇതിൻ്റെ തിരക്കിനിടയിലൊക്കെ ഇതിനും മാറ്റിവെക്കാൻ സമയമുണ്ട്. എല്ലാ മനുഷ്യർക്കുള്ള പോലെ എനിക്കും 24 മണിക്കൂറുണ്ടല്ലോ. ഞാനൊരു 10 മണിക്കൂർ കച്ചവടം ചെയ്യണു, ഒരു 6-7 മണിക്കൂർ ഉറങ്ങണു. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്കൂർ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉപയോഗിക്കാം. പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഞാൻ എന്നെ മാത്രം ചിന്തിച്ചാൽ, എനിക്ക് കിട്ടേണ്ട ലാഭത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ കുടുംബം എന്ന് വിചാരിച്ചാൽ കിട്ടില്ല. പക്ഷെ ഞാൻ വിട്ട് അപ്പുറത്തും വേറെ കുറേ ഞാനുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അപ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ, അപ്പോൾ ഞാൻ ആക്സിൽ 15 കൊല്ലമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റാണ്. ഒരു അപകടം പറ്റിയിട്ട് ഒരാൾ കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അത് ഞാനാണെങ്കിൽ എന്നാണ്. അത് ഞാനാണെങ്കിൽ എന്നെ ആരെങ്കിലും എണീറ്റിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ലേ? അവിടെ കിടക്കണം ഞാനാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഞാൻ മാത്രമായിട്ടുള്ളൊരു ഞാനായ എനിക്ക് കാണാൻ പറ്റില്ല, അത് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പുറത്ത് കിടക്കണ മനുഷ്യനിൽ എന്നെ കാണാൻ കഴിഞ്ഞാൽ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരു 22 കൊല്ലം തുടർച്ചയായിട്ട് 2 നേരം ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മാമ്മ വന്നിട്ട് ഗുളികപ്പൊതിയും കൊണ്ട് വരും. മോനെ കഞ്ഞി കുടിച്ചിട്ട് കഴിക്കേണ്ട ഗുളികയാണ്, കഞ്ഞി കുടിക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പം ഞാൻ ആലോചിച്ച് അത് ഞാനാണെങ്കിൽ നമ്മൾ കാണുന്ന ഓരോരുത്തരിലും നമ്മളെ തന്നെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സഹായിക്കാൻ മനസ്സ് വരും. അതാണ് എന്നിലെ ഞാനും അപരനിലെ ഞാനും ആവുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ പ്രചോദനം ഉണ്ടാവുന്നത്. സമയം കിട്ടുന്നില്ല എന്നുള്ളത് വെറുതെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഴിവുകഴിവാണ് എൻ്റെ അഭിപ്രായം. കാലത്ത് ഒരു 6 മണിക്ക് എണീറ്റാൽ, നമ്മൾ സാധാരണ വലിയ പലരുടെയും പോലെ 4 മണിക്ക് എണീക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഒരു 6 മണിക്ക് എണീറ്റിട്ട് കട തുറക്കുന്നത് 9 മണിക്കാണ്. 3 മണിക്കൂർ സമയമുണ്ട്. ഒരു അരമണിക്കൂർ പേപ്പർ വായിക്കാം, അരമണിക്കൂർ നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, 1 മണിക്കൂർ വ്യായാമത്തിന് ഉപയോഗിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് കിടപ്പിലാവുന്നതിനേക്കാൾ നല്ലത്
നമുക്ക് ആരോഗ്യത്തോടു കൂടി നടക്കുന്നതല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സത്ര പ്രായമായിട്ടില്ല എന്ന് എൻ്റെ തന്നെ അഭിപ്രായം. ശരീരത്തിൻ്റെ പ്രായം പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഓരോ വയസ്സ് നീങ്ങുകയാണല്ലോ, അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിൻ്റെ പ്രായം നമുക്ക് തടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. പ്രായമായ ആൾക്കാരുമായാലും യുവാക്കളായാലും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അവസാന കാലം വരെ പരാശ്രയം കൂടാണ്ട് നടക്കാനും നമ്മുടെ കാര്യങ്ങൾ നടത്താനും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം, നമ്മുടെ മസിലുകൾക്ക് ശക്തി വേണം. പലർക്കും കാലുവേദന, നടക്കാൻ വയ്യ, നടുവേദന, നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ മസിൽ ലോസാണ്. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കൈവേദന വന്നു. അപ്പം ഞാൻ ആയുർവേദവും അലോപ്പതിയും കണ്ടു. അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞു കൈ ഓപ്പറേഷൻ ചെയ്യാതെ നിവൃത്തിയില്ല, ഷോൾഡറിൽ ഞരമ്പുകൾ ചുരുങ്ങി കിടക്കുന്നതാണ്, അത് ഓപ്പൺ ചെയ്ത് നിവർത്തണം. ആയുർവേദത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് ഉഴിഞ്ഞ് ചുരുണ്ട് കിടക്കുന്ന മസിലുകളൊക്കെ നിവർത്തണമെന്ന്. അന്ന് ഞാൻ വർക്കൗട്ട് തുടങ്ങിയിട്ട് എൻ്റെ കൈവേദന മാറി. അപ്പോൾ എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേദനയുടെ കാരണം നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ചെസ്റ്റ് മസിൽ കുറച്ച് കുറഞ്ഞപ്പോൾ ഷോൾഡർ ചുരുങ്ങി. അപ്പോൾ ചുരുങ്ങിയപ്പോൾ വന്ന പൊസിഷൻ ചേഞ്ചാണ് എൻ്റെ വേദനയ്ക്കുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായി. വർക്കൗട്ട് ചെയ്ത് മസിൽ സ്ട്രെങ്ത് വന്നു. എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് ഓപ്പറേഷനോ ഒഴിച്ചിലോ ഒന്നും നടത്താണ്ട് ശരിയായി. അപ്പോൾ പല വേദനകളും, അതുപോലെ കാലുവേദന, അതും എനിക്കിപ്പോൾ വളരെയധികം കുറവുണ്ട്. വേദന ഇല്ല എന്ന് തന്നെ പറയാം. നടുവേദനയ്ക്കും ശമനമുണ്ട്. ബാക്കി എല്ലാ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോഴും ഹാർട്ടിൻ്റെ പ്രോബ്ലം എല്ലാം നോർമലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് അവനവൻ്റെ ആരോഗ്യം സൂക്ഷിച്ച അവനവനും അവനവൻ്റെ വീട്ടുകാർക്കും ഒരു സമാധാനവും സുഖവും സന്തോഷവും കിട്ടും. അതേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. അപ്പോൾ ഇനി അടുത്ത തവണ 1ാം സ്ഥാനം ഇന്ത്യയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കണം ചേട്ടാ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിസ് ചേട്ടൻ്റെ ട്രെയിനറായ എഡ്വിനാണ്. എങ്ങനെയായിരുന്നു ഫ്രാൻസിസ് ചേട്ടനെ ട്രെയിനിങ് കൊണ്ടുവന്നത്? ഇപ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോ എത്രയും എളുപ്പമായിരുന്നു? എങ്ങനെയായിരുന്നു? ഫ്രാൻസിസ് ചേട്ടൻ ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പല നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഫ്രാൻസിസ് ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജ് വെച്ച് നോക്കുന്ന ഒരു ശരീരഘടനയല്ല, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളും ഒരു എന്താ പറയുക, ഒരു യങ് ഏജിൽ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് ഫ്രാൻസിസ് ചേട്ടൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തരുന്നതും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഫ്രാൻസിസ് ചേട്ടൻ കാണിക്കുന്ന താല്പര്യം തന്നെയാണ് ഇന്ന് ഇദ്ദേഹത്തിന് നേടിയ ഈ മിസ്റ്റർ ഇന്ത്യയിൽ പ്രൈസ് വന്നതും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ നോക്കുന്നത് ഈ ഇപ്പോഴത്തെ തലമുറേനേക്കാളും വളരെ ബെറ്റർ ആയിട്ടാണ് ഫ്രാൻസിസ് ചേട്ടൻ ഓരോ കാര്യങ്ങളും നടക്കുന്ന മത്സരങ്ങളെക്കുറിച്ചും പുതിയ പാഠ്യരീതികളും ഭക്ഷണക്രമങ്ങളും അതിന് ചുറ്റവട്ടങ്ങൾ ഇപ്പോഴും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബോഡിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടായി വെച്ചിട്ടാണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹം ഒരു സംശയം പറഞ്ഞു എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക് ഞാൻ മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. അദ്ദേഹം മിനിമം വേണ്ട ഒരു ബോഡി കണ്ടീഷൻ അദ്ദേഹത്തിനുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു മസിൽ ടോണിങ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു മെഡൽ വരുന്നുള്ള ഉറപ്പായിരുന്നു. ആ മെഡൽ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരു 30-35 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു പക്ഷേ ഒരു 3-4 മാസം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് വന്ന ആ ഒരു മെഡലിന് പകരം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഗോൾഡ് മെഡലായിരുന്നു വന്നായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത തവണ അദ്ദേഹം ഇത് നാളെ മുതൽ തന്നെ അതിൻ്റെ ശ്രമം തുടങ്ങാന്നുള്ള രീതിയിലായിട്ടുണ്ട്. എല്ലാവരും ഫ്രാൻസിസ് ചേട്ടൻ പറയുന്ന പോലെ വർക്കൗട്ട് ചെയ്യുക, ശരീരം സൗന്ദര്യമാക്കുക. ക്യാമറമാൻ രാകേഷിനൊപ്പം നിതീഷ് കെ ശർമ്മ, BCV ന്യൂസ്. കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ്, അകമല. കോൺടാക്ട് 9037 921 329.